أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله تعالى عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أما بعد فقد قال الله سبحانه وتعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. قال النبي صلى الله عليه وسلم عن عمر بن الخطاب رضي الله تعالى عنه إنما الأعمال بالنيات وإنما لكل امرئ ما نوى ومن كانت هجرته إلى الله ورسوله هجرته إلى الله ورسوله ومن كانت هجرته إلى الدنيا يصبها أو امرأة ينكحها وهجرته إلى ما هاجر إليه وكما قال عليه الصلاة والسلام. ബഹുമാനുള്ള സഹോദരന്മാരെ, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരായ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ബലഹീനമായ സൃഷ്ടികളാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വളരെ ബലഹീനതകളോടുകൂടിയാണ്. ഏറ്റവും ബലഹീനമായ സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യനോളം ബലഹീനമായ സൃഷ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അത് സൃഷ്ടിപ്പിൽ തന്നെ ബലഹീനൻ, ജനനത്തിലവൻ ബലഹീനൻ, വളർച്ചയിലവൻ ബലഹീനൻ. ഒരു കോഴിയുടെ അടയിൽ വെച്ച മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തോട് പൊട്ടി കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. അതിനാരും നടത്തം പഠിപ്പിക്കാറില്ല. കോഴിമുട്ടയുടെ തോടിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്ന ഉടനെ അത് നടക്കാൻ തുടങ്ങുന്നു, ഓടാൻ തുടങ്ങുന്നു. അതിനാരും നടത്തം പഠിപ്പിക്കാറില്ല. പിന്നീട് അത് തള്ളക്കോഴിയുടെ പുറകെ നടക്കുന്നു. തള്ളക്കോഴി മണ്ണ് ചകഞ്ഞ് അതിൽ നിന്നും പുഴുക്കളെ ഇട്ടുകൊടുക്കുന്നു. ആ പുഴുക്കളെ സ്വയം കൊത്തി തിന്നുന്നു. എൻ്റെ വാ പിളർന്നിട്ട് വായിലേക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം ആകാശത്തിലൂടെ ഒരു പരുന്ത് ഈ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്നതായിട്ട് കാണുമ്പോൾ തള്ളക്കോഴി ഒരു സൈറം മുഴക്കുന്നു. ഉടനെ ആ ശബ്ദം, അതിൻ്റെ അർത്ഥം ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നു. അത് കോഴിയുടെ ചിറകിൻ്റെ അടിയിൽ പോയി ഒളിക്കുന്നു, അല്ലെങ്കിൽ കല്ലുകളുടെ, വിറകുകളുടെ, മരങ്ങളുടെ അടിയിലൊക്കെ പോയി ഒളിക്കുന്നു. കുറേ സമയങ്ങൾക്ക് ശേഷം ശത്രു അപ്രത്യക്ഷനായി ഇനി ആപത്തില്ല, സുരക്ഷിതത്വം കൈവന്നു എന്ന് മനസ്സിലാക്കിയാൽ തള്ളക്കോഴി വീണ്ടും ഒരു സൈറം മുഴക്കുന്നു. ഉടനെ ഒളിച്ചു നിൽക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. ഇതൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ നടക്കുന്ന സംഭവമാണ്. എന്നാൽ ഈ മനുഷ്യൻ അവൻ സ്വയം നടക്കാൻ സാധിക്കണമെങ്കിൽ
ഏകദേശം പ്രസവിച്ച ഒരാഴ്ച 2 ആഴ്ച കഴിയില്ലല്ലേ? എത്ര ആഴ്ച എടുക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? എത്ര ആഴ്ച കൊണ്ട് നടക്കും? മാക്സിമം ഒരു 3 ആഴ്ച കൊണ്ട് നടക്കാൻ തുടങ്ങുമല്ലേ? മിണ്ടുന്നില്ലായിരുന്നു. 1 വയസ്സ് 1 വർഷം എടുക്കും. പക്ഷെ ആ നടത്തം സ്വയം നടക്കൂല, അവനെ നടത്തം പഠിപ്പിക്കണം. മുട്ടിൽ എഴയാൻ പഠിക്കും, അത് സ്വയം ചെയ്യും. പക്ഷെ നിൽക്കാനും നടക്കാനൊക്കെ കഴിയണമെങ്കിൽ ഉമ്മ ഒക്കെ കൈപിടിച്ച് നടത്തിച്ചിട്ട് നടത്തം പഠിപ്പിച്ചുണ്ടാക്കി. ഇനി അതുപോലെ അത് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ പോയി കൊത്തി തിന്നുന്നത് പോലെ, അല്ലെങ്കിൽ പശു പ്രസവിച്ചാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ പശുവിൻ്റെ അകിടിലേക്ക് സ്വയം ഓടിച്ചെന്ന് അതിൻ്റെ പാല് സ്വയം കുടിക്കുന്നത് പോലെ കുഞ്ഞ് കുടിക്കുന്നില്ല. ആ കുഞ്ഞ് അവിടെ കിടക്കുകയാണ്, കിടന്നെടുത്ത് കിടക്കുകയാണ്. കുഞ്ഞിനെ എടുക്കണം, മടിയിൽ വെക്കണം, മുല വായിലേക്ക് വെച്ച് കൊടുക്കണം, എന്നാലേ അത് കുടിക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ സ്വയം ആഹാരം, ഭക്ഷണം, ആവശ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത് 10, 18, 20 വയസ്സൊക്കെ ആവണം, 10, 20 വർഷങ്ങളൊക്കെ ആവണം. അപ്പോൾ ഈ നിലയിൽ മനുഷ്യൻ്റെ അറിവ് ആർജിച്ചെടുക്കേണ്ടതാണ്. മറ്റ് ജീവജാലങ്ങളുടെ അറിവ് ജന്മസിദ്ധമാണ്. അല്ലാഹു തആല എല്ലാ സൃഷ്ടികളിലും അതിന് നിലനിൽക്കാനും അതിന് വളരാനും അതിൻ്റെ ജീവിതം അവസാനിക്കുന്ന ഒരു ആവശ്യത്തിനുള്ള അറിവുകളൊക്കെ ജന്മസിദ്ധമായി നിക്ഷിപ്തമാക്കി വച്ചിരിക്കുകയാണ്. അതിൽ കൂടില്ല, അതിൽ വർധനവുണ്ടാവില്ല, ഒരിക്കലും കുറയൂല. പക്ഷികൾ പറക്കും, പക്ഷെ ആ പക്ഷികൾ പറക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പക്ഷികൾക്ക് പറക്കാൻ കഴിയില്ല, സ്വയം പറക്കാനേ കഴിയുള്ളൂ. വേറൊരാളെ പുറത്ത് കയറ്റിയിട്ട് പറക്കാനോ ഒന്നും സാധിക്കില്ല. അതിനൊരു പരിധിയുണ്ട് ഉയരത്തിന്, അതിൻ്റെ അപ്പുറത്തേക്ക് ഉയരത്തിൽ പോകാൻ സാധിക്കില്ല. പക്ഷെ മനുഷ്യൻ, അവന് പറക്കാൻ കഴിയില്ല, അവന് ചിറകില്ല. പക്ഷെ അവൻ ആർജിച്ചെടുക്കുന്ന അറിവ് മുഖേന അവൻ ആകാശത്തിലൂടെ 40,000, 50,000 അടി ഉയരത്തിൽ 400, 500 ആൾക്കാരെ കയറ്റി, അവരുടെ ലഗേജുകൾ കയറ്റി, അവർക്കുള്ള ഭക്ഷണം കയറ്റി ആകാശത്തിലൂടെ മണിക്കൂറുകളോളം പറക്കുന്നു. അതുപോലെ അവന് കൊടുത്തിരിക്കുന്ന നഖം, ഇതുകൊണ്ടൊരു ടിന്നിൻ്റെ അടപ്പ് തുറക്കാൻ ശ്രമിച്ചാൽ നഖം അടന്നു വരും. ചിലപ്പോൾ അടപ്പ് തുറക്കാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ഒരു പൂച്ച, അതിനെ നിങ്ങളൊരു റൂമിൻ്റെ അകത്തിട്ട് 4 ഭാഗം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പേടിച്ചിട്ട് അത് ഒരു പരാക്രമം നടത്തും. അതിന് കഴുത്തിനോ വയറ്റിനോ ഒക്കെ പിടിച്ചാൽ കുടലൊക്കെ പുറത്തു വരും. അത്ര ശക്തമാണ് അതിൻ്റെ നഖങ്ങൾ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇറച്ചിൻ്റെ ഇടയിൽ ഒരു ചെറിയ എല്ലിൻ്റെ കഷ്ണം കുടുങ്ങിയാൽ പല്ല് പൊട്ടിപ്പോവും. പക്ഷെ ഒരു പൂച്ച അതിൻ്റെ പല്ലുകൊണ്ടൊരു കടി കടിച്ചാൽ വലിയ എല്ലൊക്കെ ടക്കുന്ന് പൊട്ടും. പക്ഷെ അതിന് അല്ലാഹ് കൊടുത്തതേ ഉള്ളൂ. അതിന് കത്തി ഉണ്ടാക്കാൻ കഴിയില്ല, പാര ഉണ്ടാക്കാൻ കഴിയില്ല, കൊടുവാളുണ്ടാക്കാൻ കഴിയില്ല, വാളുണ്ടാക്കാൻ കഴിയില്ല, തോക്കുണ്ടാക്കാൻ കഴിയില്ല. അപ്പം മനുഷ്യൻ്റെ അറിവ് എന്ന് പറയുന്നത് ആർജിച്ചെടുക്കേണ്ടതാണ്. എത്രത്തോളം ശ്രമിക്കുമോ അത്രത്തോളം അവന് അറിവ് കൂടും. ശ്രമിക്കാതിരുന്നാൽ ഒന്നും കിട്ടൂല, ഒമ്പൊട്ടനായിരിക്കും. സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർത്തു. 1-ാം ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള അവസ്ഥ പറയാണ്. അതിലൊരു 15 കുട്ടികൾ തോൽക്കും ഒന്നിൽ, ബാക്കി 25 കുട്ടികൾ 2-ാം ക്ലാസ്സിലെത്തും. ആ 2-ാം ക്ലാസ്സിലെത്തിയ 25 കുട്ടികളിൽ ഒരു 10 ആൾ 2-ാം ക്ലാസ്സിൽ തോക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് SSLCയിലൊക്കെ എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. മാഷന്മാർക്ക് പേടിയാ തല്ലാൻ, അത്ര വലിയ നീളവും വലിപ്പമൊക്കെ ഉണ്ടാവും അല്ലേ? ഓർമ്മയില്ലേ നമ്മൾക്ക്? ഇപ്പോഴതൊന്നുമില്ല. ഇപ്പം എല്ലാ കുട്ടികളും പഠിച്ച് പാസ്സായിപ്പോ.